ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് കർത്തൃദിവസം കൂടി ആയിരിക്കുകയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസത്തിൽ വചനകേൾവിക്ക് താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുവാൻ സ്വർഗം തുറന്ന് കനിഞ്ഞ് ദൈവകൃപകൾ നമ്മുടെ മേൽ വചനത്തിലൂടെ പകർന്ന് ശക്തരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ മഹാദയ, ആ ദയയ്ക്ക് മുമ്പിൽ തലകളെ വണക്കി നന്ദി പറഞ്ഞ് ഹൃദയം തുറന്ന് ആരാധിച്ചും സ്തുതിച്ചും സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും സുപരിചിതമായ ഭാഗങ്ങളാണ് ഈ വായിക്കുന്നതെല്ലാം. 38 കൊല്ലക്കാലം കുളക്കരയിൽ കിടന്ന മനുഷ്യനെ തേടി നമ്മുടെ കർത്താവ് എത്തിയതും ആ കുളക്കരയിൽ നടന്ന മഹാത്ഭുതവും നീണ്ട വർഷത്തെ കാലപ്പഴക്കം ചെന്ന കാലക്കേട് ഒറ്റ വാക്കുകൊണ്ട് മാറ്റി ആ മനുഷ്യനെ വീട്ടിലേക്ക് അയച്ച മഹാദൈവത്തിൻ്റെ ശക്തിയും ആ വാക്കിൽ വ്യാപരിച്ച ദൈവിക വിടുതലും അത് ആശ്ചര്യത്തോടു കൂടെ മാത്രമാണ് വായിക്കാനും ശ്രദ്ധിക്കാനും വിശ്വസിക്കാനൊക്കെ കഴിയത്തുള്ളൂ. വേദപുസ്തകം വെറുതെ വായിച്ചു വിടുന്നവർക്ക് ഇതൊരു ആശ്ചര്യകുതുകമായി തോന്നത്തില്ല. പക്ഷേ സംഭവ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നും ഈ കാര്യങ്ങൾ നടക്കും, ക്രിസ്തുവേശു മുഖാന്തരം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അതൊക്കെ നമ്മെ സംബന്ധിച്ച് അത്ഭുത ചരിത്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിചിതമായിരിക്കുന്ന വേദഭാഗത്ത് നിന്ന് എന്നെ ചിന്തിപ്പിച്ചത്, എന്നോട് നമ്മൾ ഓരോരുത്തരോടും പറയാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്, എന്നെ ഗ്രഹിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവിടെ 2 പേർ, ഇവിടുത്തെ ഭാഗം മാത്രം ചിന്തിക്കുക, 2 പേർ കുളക്കരയിലേക്ക് എത്തും. ഒന്ന്, അതത് സമയത്തൊരു ദൂതൻ വരുമെന്ന് എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി കുളം കലക്കും. ഈ ദൂതൻ വരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നൊന്നുമില്ല. അയാൾ വരുന്നു, കുളം കലക്കുന്നു, അയാൾ കയറിപ്പോകുന്നു. ദൂതൻ, വ്യാഖ്യാതാക്കൾ പറയുന്നത് ദൂതൻ എന്ന് കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖയെപ്പോലത്തെ ഒരു അദൃശ്യ രൂപിയാണ് എന്ന് വിചാരിക്കേണ്ട എന്നാണ് കൂടുതൽ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇതൊരു മിറാക്കിൾ സ്റ്റേഷൻ പോലെ, ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഓരോരോ അത്ഭുത സിദ്ധികളും കഥകളൊക്കെ എൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇന്നും കാണുമല്ലോ എന്നതുപോലെ ദേവാലയത്തോട് ചേർന്ന് താഴത്ത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നൊരു കുളമാണിത് യെരുശലേമിൽ, ആ മതിൽക്കെട്ടിനൊക്കെ പരിസരത്ത് തന്നെ. അപ്പോൾ അതിന് നിയോഗിക്കപ്പെട്ട ഒരാളാണ് ദൂതൻ എന്നാണ് പറയുന്നത്. അതൊരു ട്രഡീഷണൽ ചിന്താഗതിയും അങ്ങനെ ഒരു വിശ്വാസവുമാണ്. ഒരാൾ പ്രത്യേക സമയത്ത്, പെരുന്നാളിൻ്റെയോ മറ്റേതെങ്കിലും സമയത്ത് ഈ കുളക്കരയിൽ കിടക്കുന്ന വിവിധ തരം രോഗം ആയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വരുമെന്ന് പറയുന്നു. ഈ ഇടയ്ക്കൊരു പ്രഭാഷകൻ്റെ പ്രസംഗത്തിൽ കേട്ടു, അദ്ദേഹം കൊണ്ടുവന്ന ഒരു തരം മരുന്ന് പോലെ എന്തോ, ഒരു തൈലം പോലെ എന്തോ കുളത്തിൽ കലക്കുമെന്ന്. വ്യാഖ്യാനങ്ങളാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഈ പലരും പറയുന്നതൊക്കെ കേട്ട് ആ അറിവൊക്കെ കാതോർത്ത് എൻ്റെ ഊഹങ്ങളിൽ ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഭൂമിയിൽ ആളുകൾ ആവശ്യക്കാരായിരിക്കാൻ ഒരുപാട് തരത്തിൽ ട്രഡീഷണൽ ആയിരിക്കുന്ന ചിന്തകളുണ്ട്. അതൊക്കെ ഈ 5-6 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് ബോധിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പുരാതന കാലത്ത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഓരോരോ വഴിപാടുകളും നേർച്ചകളും ഓരോരോ സിദ്ധികളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ ഒരു മനുഷ്യനാണ് ഈ ദൂതൻ എന്നാണ് പറയുന്നത്, അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നയാൾ. അയാൾ വന്ന് കുളത്തിൽ കുളം കലക്കും, ഈ തൈലം പോലത്തെ എന്തോ അതിൽ കലക്കുമെന്നാണ് പറയുന്നത്. അതായിരിക്കാമെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു കേട്ടോ. എന്തുമാകട്ടെ, അങ്ങനെ ഇയാൾ വരുന്നത് ആരാ? മനുഷ്യനാണെങ്കിലും ആരാണെങ്കിലും ഈ ആൾ വരുന്നത് ഒരാളെ ലക്ഷ്യമാക്കിയല്ല. അയാൾ ഒരു ദൗത്യം നടത്തി മടങ്ങിപ്പോകുന്നു, അത്രയേ ഉള്ളൂ. അയാൾ കുളം കലക്കുന്നു, മടങ്ങുന്നു. ആർക്കെങ്കിലും
ആദ്യം ചാടാൻ കഴിവുള്ളവൻ ആരാണോ ആർക്കെങ്കിലും ചാടിയാൽ അവന് രക്ഷപ്പെടാം. അതാണ് ആ കുളത്തിൻ്റെ സിലബസ്. എന്നാൽ യേശുക്രിസ്തു അവിടെ വന്നു. ദൂതൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ യേശു വന്നു. യേശു വന്നത് ആർക്കോ വേണ്ടിയല്ല. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മനസ്സിലാകും. പിന്നെ ഈ 38 കൊല്ലമായി കിടക്കുന്നവന് വേണ്ടി തന്നെ വന്നു എന്ന് വേണം അവിടെ വായിക്കാൻ. ഒരുപാട് രോഗികൾ കിടക്കുന്നത് കണ്ടു എന്നല്ലല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. കുറേ കാലമായിട്ട് ദീനം പിടിപെട്ട മനുഷ്യർ എന്നല്ല എഴുതിയിരിക്കുന്നത്. കുറേ രോഗം പിടിച്ച മനുഷ്യർ കിടക്കുന്നത് കണ്ടെന്നല്ല, മനുഷ്യൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കിടക്കുന്ന സ്ഥലത്ത് ഒരുവനെ മാത്രം കാണാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ ഈ താണഭൂമിയിൽ വന്നിട്ട് ദേവാലയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന മുകളിലത്തെ നിലയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്നിട്ട് പോകാതെ പടിക്കെട്ടുകൾ ഇറങ്ങി ഈ കൊളക്കരയിലേക്ക് യേശുക്രിസ്തു ഈ ഒരുവന് വേണ്ടി മാത്രം വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആർക്കോ വേണ്ടി വരുന്ന പലരുമുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി മാത്രം വരുന്നൊരു കർത്താവുണ്ട്. നിങ്ങൾക്കങ്ങനെ വിശ്വസിക്കാമോ? ഞാനൊരിക്കൽ കൂടി ഞാനൊരു ശുശ്രൂഷകനാണ്. ഇന്ന് സഭായോഗമുള്ള ദിവസമാണ്. ഞാനിന്ന് പവർ വിഷനിൽ രാവിലെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകും. തിരിച്ചു വന്ന് എന്നെ ഏൽപ്പിച്ച സഭയിൽ ശുശ്രൂഷിക്കും. പക്ഷെ ഞാൻ ഈ വാക്ക് വായിച്ചപ്പോൾ എന്നെ തന്നെ വിലയിരുത്തി. ഞാനിന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ശുശ്രൂഷിക്കുന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരം മുട്ടി. ആർക്കോ വേണ്ടി, ഇന്നാർക്ക് വേണ്ടി എന്ന് പറയാൻ ഇപ്പോഴും എനിക്ക് ആയിട്ടില്ല. ഒരുപാട് ആളുകൾ കൂടി വരുന്ന കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ വചനം ശുശ്രൂഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മാർത്ഥത മുഴുവൻ എന്നെ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ച നിലവാരത്തിൽ പ്രാർത്ഥിച്ചവരെ ബലപ്പെടുത്തി അതിൽ ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ അതിന് വിധേയപ്പെടുന്നത്, അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടും. ഇന്നാർക്ക് വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷിച്ചത് എന്നെനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. എന്നാൽ യേശുക്രിസ്തു ഇന്ന് സഭായോഗത്തിന് വരും. നിങ്ങളൊക്കെ കൂടുന്ന സഭ കർത്താവിൻ്റെ ആണെങ്കിൽ കർത്താവ് വരുമെന്ന്. കർത്താവ് വരുന്നത് ആർക്കോ വേണ്ടി ആയിരിക്കുകയില്ല. കർത്താവ് ചിലരെ തേടി വരുന്നവനാണ്. ഈ വാക്യം വേണമെങ്കിൽ നിങ്ങൾ ഒന്നോടെ ബൈബിൾ തുറന്നു നോക്കൂ. അവിടെ എഴുതിയിരിക്കുന്നത് ആർക്കോ വേണ്ടി കുളം കലക്കാൻ വരുന്നവനല്ല, ആർക്കോ വേണ്ടി പ്രസംഗിക്കാൻ വരുന്നവനല്ല, ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നവനുമല്ല, ആരെയൊക്കെയോ ശുശ്രൂഷിക്കാൻ വരുന്നവനുമല്ല. പിന്നെയോ ആർക്കോ ആവശ്യക്കാരനെ കണ്ടുവച്ചിട്ടുണ്ട്, അവന് വേണ്ടി വരുന്ന കർത്താവ്. ഇന്നും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം വരാൻ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടൊരു സ്ഥാപനമില്ല. പക്ഷേ യേശുക്രിസ്തു എന്ന ഏകരക്ഷകൻ നിനക്ക് വേണ്ടി മാത്രം എത്ര ദൂരം നടന്നും നീ കിടക്കുന്നത് എവിടാണോ അവിടെ വരെയും വരാൻ മനസ്സുള്ളവനാണ്. ഇന്ന് ആർക്കോ വേണ്ടി വരുന്ന ദൂതനെ പ്രതീക്ഷിക്കാതെ എനിക്ക് വേണ്ടി മാത്രം വരുന്ന കർത്താവിനെ ഒന്ന് മനസ്സിൽ കാണാൻ പറ്റുമോ? ആ കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് നമ്മോട് സംസാരിക്കട്ടെ. ഞാൻ വീണ്ടും ആശ്ചര്യപ്പെട്ടു. വേറെ രോഗികളെ യേശു കണ്ടില്ലേ? അവരോടാരോടും മനസ്സലിഞ്ഞില്ലേ? അവരോടാരോടും മിണ്ടിയില്ലേ? അവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. ആ ഒരുത്തനെ മാത്രം സൗഖ്യമാക്കി കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ് അവനെ വീട്ടിൽ വിട്ടു. യേശുവും പോയി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യേശു ആർക്കോ വേണ്ടി വന്നതല്ല, ആവശ്യക്കാരനായ ഒരുവന് വേണ്ടി വന്നതാണ്. നിങ്ങളിന്ന് അങ്ങനെ വിശ്വസിക്കുക. എൻ്റെ വിഷയത്തിന്, എനിക്ക് വേണ്ടി, എനിക്കായി മാത്രം ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് എൻ്റെ അടുക്ക വരും. പോയ വഴിക്ക് കയറിയ ഒത്തിരി പേരുണ്ട്. ഇവിടെ വരെ വന്നപ്പോൾ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് രോഗക്കിടക്കയിലോ ക്ഷീണാവസ്ഥയിലോ കണ്ടിട്ട് പോകുന്ന ഉറ്റമിത്രങ്ങൾ കാണും. പക്ഷേ നിനക്ക് വേണ്ടി മാത്രം വരാൻ
നിനക്ക് വേണ്ടി സമയം ചെലവഴിപ്പാൻ, നിനക്ക് വേണ്ടി മാത്രം പ്രവർത്തിപ്പാൻ എൻ്റെ കർത്താവ് വരും. ഒന്നോടെ ഞാൻ ആ തലവാചകം പറഞ്ഞ് നിർത്തട്ടെ. ആർക്കോ വേണ്ടി വരുന്ന ദൂതനും എനിക്കായി മാത്രം വരുന്ന കർത്താവ്. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദിവസം, കർത്തൃദിവസം. ഒരുപാട് പേർക്ക് എൻ്റെ കർത്താവിനെ ആവശ്യമുണ്ട്. തളർന്നവർ, ക്ഷീണിച്ചവർ, ഇനി ആരും കാണാൻ പോലും വരാനില്ലാത്തവർ, ഒരുപാട് പേരുടെ വിജയം കണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ ആയല്ലോ, എൻ്റെ കുഞ്ഞിന് മാത്രം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് കിടക്കുന്ന ചിലർ, അവർക്ക് വേണ്ടി മാത്രം വരുന്ന കർത്താവേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഈ ദൂത് ശരിക്കും വിശ്വസിച്ച് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊരാഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണല്ലോ അപ്പ, ഈ ആഴ്ചയിൽ എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി മാത്രം ഒന്ന് വരണേ, ഒന്ന് പ്രവർത്തിക്കണേ. അത് സംഭവിച്ചെന്ന് കേൾക്കാൻ ഞാൻ ഒത്തിരി സ്തോത്രത്തോടെ കാത്തിരിക്കും. ദൈവം അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.